എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോൾ പൊതുവേ പലരും പറയാറുണ്ട്, എന്നാ എൻ്റെ നെഞ്ചത്തോട്ട് കയറി അങ്ങ് തിരുവാതിര കളിക്കുമെന്ന്. എന്നാൽ ഈ നെഞ്ചത്തോട്ട് കയറി തിരുവാതിര കളിക്കുക എന്നുള്ളത് മാറ്റി ചൈനയുടെ വൻമതിലിൻ്റെ മേലെ ആക്കിയാലോ? അങ്ങനെ ഒരു ധൈര്യം കാണിച്ചു കുറച്ച് മലയാളി പെണ്ണുങ്ങൾ. എന്തായാലും മലയാളി പെണ്ണുങ്ങളല്ലേ, അവരുടെ ധൈര്യം നമുക്ക് എപ്പോഴും സമ്മതിച്ചു കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കൊക്കെ ലോകത്തിനൊക്കെ ചൈനയിലെ വൻമതിൽ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. പക്ഷേ ചൈനക്കാർ അത്ഭുതപ്പെട്ടത് എന്തിലാണ് എന്നറിയാമോ? ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ ഉടുക്കുന്ന 6 മീറ്റർ നീളമുള്ള സാരി കണ്ടിട്ടാണ്. എന്നാൽ ഇവർ ഈ സാരി എങ്ങനെ ശ്രദ്ധിച്ചു? വൻമതിലിന് മുകളിൽ ഒരു തിരുവാതിര കണ്ടപ്പോഴാണ്, ആ തിരുവാതിര കളിക്കുന്നവരെ ശ്രദ്ധിച്ചപ്പോഴാണ്, അവർ ഉടുത്തിരിക്കുന്ന വേഷത്തിൽ ശ്രദ്ധ പതിഞ്ഞപ്പോഴാണ് ഈ സാരി എങ്ങനെ ഉടുക്കും എന്ന ചോദ്യം അവർക്ക് വന്നത്. സെറ്റ് സാരിയും വേഷ്ടിയും മുണ്ടും മറ്റും അണിഞ്ഞ് തിരുവാതിര കളിച്ച മലയാളി വനിതകളും കസവും മുണ്ടെടുത്ത് അവർക്ക് പിന്തുണയേകിയ പുരുഷന്മാരുമാണ് ഇപ്പോൾ ചൈനയിലെ താരങ്ങൾ. കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് ചൈന കാണാൻ പോയവരാണ് ഈ മലയാളി ആശയം വൻമതിലിൽ എത്തിച്ചത്. മെയ് 7 പുലർച്ചെ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് 38 അംഗങ്ങൾ വിനോദസഞ്ചാരത്തിനായി ചൈനയിലേക്ക് വിമാനം കയറി. എന്നാലും ചൈനയിലേക്ക് വിമാനം കയറുമ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല ഇവിടെ വെടിക്കെട്ട് നടക്കുകയാണ് എന്നുള്ളത്. 9 ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. കണ്ണൂർ ആസ്ഥാനമായി യാത്രാനന്ദ ട്രാവൽ ഫ്യൂഷൻ കമ്പനിയാണ് ഇവരെ കൊണ്ടുപോയത്. ട്രിപ്പ് ബുക്കിംഗ് ചെയ്തപ്പോൾ തന്നെ സാധാരണ നമുക്കറിയാമല്ലോ, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങും. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിനെ വന്ന സമയത്ത് അവിടെ പോയി നമുക്കൊരു തിരുവാതിര കളിച്ചാലോ എന്ന ആശയം ഗ്രൂപ്പിൽ ആദ്യം പോസ്റ്റ് ചെയ്തത് ഒരു കണ്ണൂർക്കാരിയാണ്. ഹിമ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. എന്തെങ്കിലും മറക്കാനാവാത്തൊരു ഓർമ്മ വേണം, നമ്മൾ അത്ര ഉയരത്തിൽ പോകുന്നതല്ലേ, അങ്ങനെ ഒരു ചിന്തയിലാണ് പോസ്റ്റ് ഇട്ടത്. പക്ഷെ ആരും എതിർത്തില്ല എന്ന് ഹിമ പറയുന്നു. കേരള സാരിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പ്ലാൻ നടപ്പാക്കാമായിരുന്നു. യാത്രയോടടുപ്പിച്ച് ഹിമ വീണ്ടും മെസ്സേജ് അയച്ചു. 12-ാം തീയതി രാവിലെ കേരള സാരി മുണ്ടും ഒക്കെ അണിഞ്ഞാണ് ഇവർ വൻമതിൽ കാണാൻ ഇറങ്ങിയത്. ഇടയ്ക്ക് കിട്ടിയ സമയത്ത് സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു. പാർവണേന്ദുമുഖി എന്ന പാട്ടിനൊപ്പം അവർ വൻമതിലിന് മുകളിൽ ചുവടുവെച്ചു. 44-നും 66-നും ഇടയിൽ പ്രായമുള്ള 10ഓളം പേരാണ് തിരുവാതിര കളിച്ചത്. ഹിമ, സുലജ, ഡോക്ടർ സുശീലാമ്മ, ശ്രീജ, ലത, ഗീത തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. തിരുവാതിര കഴിഞ്ഞപ്പോൾ സെൽഫി എടുക്കാൻ കുറേ ചൈനക്കാർ വരുന്നു. എന്താണ് സംഭവം? സെൽഫി മാത്രമല്ല അവർക്ക് വേണ്ടത്. ഈ സാരിക്ക് എത്ര നീളമുണ്ട്? 2 പീസാണോ? എങ്ങനെ എടുത്തു? ഇങ്ങനെ സംശയങ്ങൾ അങ്ങനെ നീണ്ടു തുടങ്ങുമ്പോഴേക്കും മലയാളി സംഘം അവിടെ സെലിബ്രിറ്റികളായി എന്നാണ് പറയുന്നത്. എന്തായാലും തിരുവാതിര ഇപ്പോൾ എല്ലായിടത്തും, ക്ഷേത്രങ്ങളിലായാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ തിരുവാതിര എന്ന് പറയുന്നത് വീണ്ടും ട്രെൻഡാവുകയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ പതിവായി തിരുവാതിര അവതരിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്, അവരുടെ സംഘമുണ്ട്. തിരുവാതിര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ തനതായ ഒരു കൾച്ചറാണ്. തിരുവാതിര ദിവസം, ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ തിരുവാതിര കളിക്കുന്നു എന്നുള്ള ആ ഒരു പാരമ്പര്യം അതിനുണ്ട്. പക്ഷേ ചൈനയുടെ വൻമതിലിൻ്റെ പുറത്ത് കയറി ഇത്രയും മനോഹരമായ തിരുവാതിര കളിക്കുക, ഇത്രയും ആരാധകരെയും ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം അത് ഈ സ്ത്രീകൾക്കുണ്ടായി എന്നതാണ് രസകരമായി നമ്മളിവിടെ കാണേണ്ടത്. എന്തായാലും വൻമതിലിൻ്റെ പുറത്ത്, ചൈനയിലെ വൻമതിലിന് പുറത്ത് തിരുവാതിര കളിച്ച ഈ സംഘത്തിൻ്റെ ഓർമ്മ അവർ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു സംഭവം സൃഷ്ടിച്ചതെങ്കിൽ പോലും ഇവരെ ഇനി ഒരു മലയാളിയും മറക്കില്ല. വൻമതിലിന് പുറത്ത് തിരുവാതിര കളിച്ച കക്ഷികളല്ലേ, അവരെ എങ്ങനെ മറക്കാൻ സാധിക്കും? അവർ കേമന്മാർ തന്നെ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.